രാജ്യത്താകെ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. അടുത്ത 3 വർഷക്കാലം കൊണ്ട്, അതായത് 2029 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് രാജ്യത്തെ ലഹരി വേട്ട കൃത്യമായി നടത്തും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമിത്ഷാ രാജ്യത്താകെ, അപ്പോൾ ഇത് കേരളത്തിൽ നടന്ന ഒരു ഓപ്പറേഷൻ ഇന്ത്യയാകെ പാൻ ഇന്ത്യയാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോഴും ചില ചോദ്യങ്ങൾ വളരെ ഗൗരവതരമായി നമുക്കുണ്ട്. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പോർട്ടുകൾ വഴി, തുറമുഖങ്ങൾ വഴി വരുന്ന ഗഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും കർശനമായി പിടിക്കുമോ? അങ്ങനെ പിടിച്ചാൽ വെറുതെ പിടിച്ച് കസ്റ്റംസുകാരോ ഇൻകം ടാക്സുകാരോ എൻഫോഴ്സ്മെൻറ്റുകാരോ അല്ലെങ്കിൽ NI അല്ലെങ്കിൽ പോലീസോ CBI ആരാന്ന് വെച്ചാൽ ഏതെങ്കിലും ഏജൻസി ഇത് പിടിച്ച് അത് നശിപ്പിച്ച് അതിനുള്ള ഒരു പിഴ കൊടുക്കുന്നതല്ലാതെ പെർമനൻ്റായി അതിനൊത്താശ ചെയ്യുന്നവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും അത് ചെയ്യുന്ന കമ്പനികളെയും കൊണ്ടുവരുന്ന ആളുകളെയും ഡീബാർ ചെയ്യുവാനുമുള്ള ശക്തമായ നടപടി രാജ്യത്തുണ്ടാകുമോ? രാജ്യം ആവശ്യപ്പെടുന്ന ഒരു നടപടിയാണ്. കേരളത്തിൽ 10, 40, 50 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചിരിക്കുന്നത്. 5000-ഓളം പേരാണ് ജയിലിൽ കിടക്കുന്നത്. അവരുടെ ഓരോ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ ഓപ്പറേഷനാണ് നടന്നത്. തൃശ്ശൂരിൽ വലിയ ഓപ്പറേഷൻ നടന്നു. ഗുരുവായൂരിൽ നടന്നു. പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ്റെ പരമ്പര തന്നെ നടക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഓപ്പറേഷൻ നടക്കുന്നു. ഇതിനകത്ത് രസകരമായൊരു കാര്യം, ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വന്ന് ഇത് നല്ല തഴച്ച് വളരുന്ന അല്ലെങ്കിൽ തഴപ്പിച്ച് വളർത്താൻ കഴിയുന്ന വലിയൊരു വ്യവസായമായി കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് 2 കൈയും വിട്ട് വന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാരൻ ലക്ഷങ്ങളുടെ വീട് വെച്ചാണ് ഇന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നത് വലിയ തോതിലുള്ള മയക്കുമരുന്ന് ലഹരി പദാർത്ഥ കച്ചവടത്തിലൂടെ തന്നെയാണ്. നിരവധി പേരെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി. 5000-ഓളം പേർ ജയിലിലാണ്. അവർ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൽ വളരെ അതിവൈകാരികമായ നിലപാടുകളാണ് രമേശ് ചെന്നിത്തല എടുക്കുന്നത്. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇവരുടെ സ്വത്തുക്കൾ, ഇങ്ങനെ അകത്തായവരുടെ 5000-ഓളം പേരുടെ സ്വത്തുക്കൾ കംപ്ലീറ്റ് കണ്ടുകെട്ടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ സ്വത്ത് കണ്ടുകെട്ടുന്നു. അവർ ജയിലിൽ കിടക്കും. അവരുടെ കുടുംബത്തിന് ബാക്കി ഭാര്യയും മക്കളും ഒക്കെ ഇതിനകത്ത് നിന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ജീവനാംശവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം സർക്കാർ. അത് വേറെ റീഹാബിലിറ്റേഷൻ ആലോചിക്കണം. പക്ഷേ ഇതിന് ഒരു കാരണവശാലും പറ്റുകയില്ല. എന്തായാലും 3 വർഷത്തേക്ക് 2029 വരെ 3 വർഷത്തേക്ക് രാജ്യത്ത് ഓപ്പറേഷൻ തൂഫാനിൻ്റെ മെഗാ സ്കെയിൽ ആരംഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കരീബിയൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ വലിയ തോതിലാണ് ഇന്ത്യൻ പോർട്ടുകളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത്. അത് അദാനിയുടെ പോർട്ടുണ്ട്, മറ്റ് പോർട്ടുകളുണ്ട്. ഗുജറാത്തിലൊക്കെ വലിയ തോതിലാണ് ഇത് വരുന്നത്. ഇതിനെതിരെ നിരവധി തവണ പിടിക്കുകയും ഇപ്പോൾ ഒരു 15 കോടിക്ക് വരെയുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ഇവർ 100 കോടി, 500 കോടി, 1000 കോടിയുടെ സാധനം കൊണ്ടുവന്ന് 5, 10, 20 കോടിയുടെ ഫൈൻ അടച്ചത് പുറത്തിറക്കുന്നത് അവർക്ക്, കമ്പനിക്ക് വലിയ സന്തോഷമാണ്. ഇത് കൊണ്ടുവരുന്നവർക്ക് സന്തോഷമാണ്. ചെറിയ ഫൈൻ കൊടുത്താലും നാട്ടിൽ സാധനം എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനല്ല, ഈ സാധനം പിടിച്ചെടുക്കുകയും ഫൈൻ എന്ന് പറയുന്നത് വലിയ ഫൈൻ ഏർപ്പെടുത്തുകയും കർശനമായ ജയിൽ ശിക്ഷ അടക്കം കൊടുക്കുകയും അങ്ങനെ കൊണ്ടുവരുന്ന കമ്പനികളെ എന്ത് കണ്ടെയ്നർ വഴി വന്നാലും അതിനെ പിടിച്ചെടുക്കുവാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഗൗരവതരമായ ഒരു ചോദ്യം നമുക്കുണ്ട്. അത് കൃത്യമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നമുക്കുള്ളത്. അത് പരിഹരിക്കാനുള്ള ശ്രമം എന്തായാലും കേരളത്തിൽ വളരെ നിശബ്ദമായി ആരംഭിച്ചു. വലിയ കൊടുങ്കാറ്റ് പോലെയല്ല ആരംഭിച്ചത്, നിശബ്ദമായിട്ടാണ്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും അത് കൊടുങ്കാറ്റ് പോലെ വളരുകയാണ്. ഇന്ത്യയിലേക്ക് അത് വളർന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. സാധാരണയായി ഇതുപോലത്തെ ക്യാമ്പയിനുകൾക്ക് വേണ്ടി ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുകയും ഒരു 5, 10 പാവപ്പെട്ട പിള്ളേരെ, ഇത് വലിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ പിടിക്കുകയും ഞങ്ങൾ ലഹരി വേട്ട നടത്തി എന്നൊക്കെ പറയുന്നതാണ് കേരളത്തിൻ്റെ ഒരു ശീലം. അല്ലാതെ വേരോടെ പിഴാനുള്ള, വേററക്കാനുള്ള, വേറെ പിഴുതു കളയാനുള്ള, നശിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. ഇന്നലെ ഒരു വീട്ടിൽ ഗഞ്ചാവ് കൃഷി നശിപ്പിക്കുന്നത് കണ്ടു. തീയിട്ടും വെട്ടിക്കളഞ്ഞ് തീയിടുന്നത് കണ്ടു. അങ്ങനെ ഓരോ സ്ഥലത്തും വളരെ വലിയ തോതിലാണ് ഇതിൻ്റെ നശീകരണം നടക്കുന്നത്. അത് വലിയ ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. പക്ഷേ
അപ്പോഴൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല അവർകളോടാണ്, താങ്കൾക്കോട് ഒരു കാര്യം ഞാൻ പറയാനുണ്ട്. അതായത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നൊരു സമൂഹത്തെ നമ്മൾ സിഗരറ്റിനെതിരെ വലിയ പരസ്യം, ഏത് തിയേറ്ററിൽ പോയി സിനിമ കണ്ടാലും ആദ്യം സിഗരറ്റിനെതിരെയുള്ള ക്യാൻസറിൻ്റെ പരസ്യവും ക്യാൻസർ വന്ന രോഗികളുടെ മുഖമൊക്കെ കാണിക്കുമ്പോൾ സിഗരറ്റിനെ ആളുകൾ കുറേ പ്രതിരോധിച്ചു. സിഗരറ്റ് പ്രതിരോധിച്ചപ്പോൾ, ആളുകൾ സ്വയം പ്രതിരോധിച്ചപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഇറങ്ങി. ഇനി ലഹരി പദാർത്ഥങ്ങൾ കൂടെ പിടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ചെറിയ കുഞ്ഞ് പാക്കറ്റുകളിൽ മദ്യം കിട്ടരുത്. ചാരായവും കള്ളവാറ്റും മദ്യവുമൊക്കെ കുഞ്ഞു പാക്കറ്റുകളിൽ കിട്ടരുത്. അതും ഒരു വലിയ പ്രശ്നമാണ്. കാരണം സമൂഹത്തെ ലഹരിയോടൊക്കെ ആഭിമുഖ്യം കാണിച്ച്, ആസക്തി കാണിച്ചൊരു സമൂഹത്തെ എളുപ്പത്തിൽ മാറ്റുക പ്രയാസമാണ്. ഒന്ന് തീർന്നാൽ അടുത്തതിലേക്ക് ആളുകൾ സ്വിച്ച് ഓവർ ചെയ്യും. അതിൻ്റെ അടുത്തതിലേക്ക് കമ്പനികളും സ്വിച്ച് ഓവർ ചെയ്യും. മുതലാളിമാർ വെറുതെ ഇരിക്കില്ല. അവർ ഒന്ന് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ അടുത്തതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സ്കൂൾ തലം മുതൽ കോളേജ് തലം മുതൽ കുടുംബതലം മുതൽ സാമൂഹ്യ തലം വരെയുള്ള വലിയ പ്രചരണ പരിപാടികൾ, അവബോധ പരിപാടികൾ കൃത്യമായി ഗവൺമെൻറ് പാരലായി ഇത് ആലോചിക്കണം. അങ്ങനെ അവബോധ പരിപാടികൾ കൂടെ നടത്തിക്കൊണ്ട് മാത്രമേ ഇത് നിർത്താൻ കഴിയുകയുള്ളൂ. വലിയ ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഇത് സംബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രചരണപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് സുഭാഷിതം ചാനലിൻ്റെ CEO എന്ന നിലയിൽ ഒരു 10-20 പേജുള്ള ഒരു നോട്ട് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ മനുഷ്യ ചങ്ങല ഉൾപ്പെടെ, അല്ലെങ്കിൽ മനുഷ്യ മതിൽ ഉൾപ്പെടെ വലിയ ക്യാമ്പയിനുകൾ ആലോചിക്കണം. വീട് വീടാന്തരം ക്യാമ്പയിൻ ആലോചിക്കണം. പിന്നെ ഇവിടുത്തെ ഗാന്ധിയൻ സംഘടനകളെ, അല്ലെങ്കിൽ നിരോധന ലഹരി വിരുദ്ധ സംഘടനകളെ കൊണ്ടിവിടെ മുഴുവൻ പേരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആബാലവൃത്ത ജനങ്ങളും കൈകോർക്കുന്ന വലിയൊരു ക്യാമ്പയിൻ, ഒരു തുടർച്ചയായി നിൽക്കുന്ന ക്യാമ്പയിൻ്റെ ഒരാവശ്യകതയും ഇതിലേക്കും നമ്മൾ ഈ വിഷയം ചൂണ്ടുകയാണ്. കൃത്യമായി നമ്മൾ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു നോട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതും വരട്ടെ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഗൗരവമായി രാജ്യത്ത് നടപ്പിലാവട്ടെ. കേരളത്തിൽ ഇതിൻ്റെ 1ാം ഘട്ടം എന്നുള്ള നിലയിൽ ഇപ്പോൾ റെയ്ഡാണ് തുടങ്ങിയതെങ്കിൽ 2ാം ഘട്ടം ആരംഭിക്കാൻ സമയമായി. ഈ ആഗസ്റ്റ് 15 ജൂലൈ മുതൽ തന്നെ ഇതിൻ്റെ പ്രചരണപരമായ കാര്യങ്ങൾ കൂടി നടക്കട്ടെ. അവബോധ പരിപാടികൾ നടക്കട്ടെ. ലഹരി വിരുദ്ധ ക്ലബ്ബുകളും സംഘടനകളെയും മുഴുവൻ ജനങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിക്കട്ടെ.